രാജ്യാന്തര മയക്കുമരുന്ന് ശൃംഖലയിലെ പ്രധാന കണ്ണികളിലൊരാൾ പോലീസ് പിടിയിൽ. കോങ്കോ സ്വദേശി റംഗാര പോളിനെയാണ് ബംഗളൂരു മടിവാളയിൽ നിന്ന് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ബംഗളൂരു മൈക്കോ പോലീസിന്റെ സഹകരണത്തോടെയാണ് അറസ്റ്റ്. കഴിഞ്ഞ മാസം 200 ഗ്രാം MDMA-യുമായി വിപിൻ എന്നയാളെ അങ്കമാലിയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ബംഗളൂരുവിൽ നിന്ന് ടൂറിസ്റ്റ് ബസ്സിൽ രാസലഹരി കടത്തുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലാകുന്നത്. മയക്കുമരുന്നിനെതിരെ പോരാട്ടത്തിന്റെ ഭാഗമായി എറണാകുളം റൂറൽ പോലീസിന്റെ ഒരു നല്ല ഒരു ഡിറ്റക്ഷൻ ആണ്. ഏകദേശം ഒരു ആഴ്ച മുമ്പ് അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ ഇത് നമ്മുടെ ഡാൻസെഫ് ടീം കൂടാതെ നമ്മുടെ ലോക്കൽ പോലീസ് DYSP ആൽവ പ്രസാദ്, ഇൻസ്പെക്ടർ SHO ലാൽ അങ്കമാലി, SI റോയ്, SI ദേവിക, SI ബിജീഷ്, മിഥുൻ, മഹേഷ്, അജിത, AB സുരേന്ദ്രൻ, ഈ പ്രത്യേകിച്ചും ഒരു സംഘം ഇത്ര ആളുള്ള സംഘം ഒരു നല്ല ഒരു 200 ഗ്രാംസ് MDMA ഉള്ള ഒരു കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രധാനപ്പെട്ട സോഴ്സ് നമ്മുടെ ടീം ബാംഗ്ലൂർ പോയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നു. അതിലെ പ്രധാനപ്പെട്ട പ്രതിനെ പേര് റെഗ്നാർ പോൾ ആണ്. പുള്ളി കോങ്കോ സ്വദേശിയാണ്. അതിന്റെ തുടരന്വേഷണമാണ് കോങ്കോ സ്വദേശിയിലേക്ക് എത്തിയത്. മയക്കുമരുന്ന് സംഘങ്ങൾക്കിടയിൽ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്ന ഇയാൾ 2014 സ്റ്റുഡന്റ് വിസയിൽ ബംഗളൂരുവിലെത്തിയത്. പഠിക്കാൻ പോകാതെ മയക്കുമരുന്ന് വിപണനത്തിലേക്ക് തിരിഞ്ഞു. രാസലഹരി നിർമ്മിക്കാനും തുടങ്ങി. ടാൻസാനിയ, കോങ്കോ. സോ ഈ എല്ലാ കാര്യങ്ങളുടെ മെയിൻ കോൺസ്പിറേറ്റർ, മെയിൻ സൂത്രധാരാണോ അത് നമുക്ക് മനസ്സിലായി. കുറേ തെളിവുകൾ നമ്മുടെ കയ്യിൽ ഉണ്ട്. സോ ഇത് വലിയ ഒരു ക്യാച്ച് ആണോ. സ്ഥിരമായിട്ട് നമ്മുടെ നാട്ടിൽ ഈ MDMA സപ്ലൈ ചെയ്തിട്ടുള്ള ആളാണ്. സോ ഈ സോഴ്സ് കിട്ടിയിട്ട് നമുക്ക് കൂടുതൽ ബാംഗ്ലൂരിൽ നിന്ന് സോഴ്സ്, പിന്നെ മറ്റ് സംസ്ഥാനത്തിൽ നിന്ന് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള ആളിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടാൻ പറ്റും. സോ നല്ല ഒരു ക്യാച്ച് ആണ്. കൂടാതെ നമ്മുടെ ജില്ലയിലെ വളരെ വ്യാപകമായ ലഹരിനെതിരെ ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നുണ്ട്. സംസ്ഥാൻ വൈഡ് ഓപ്പറേഷൻ ഡി ഹാൻഡ് നടത്തുന്നുണ്ട്. സോ അത് നമ്മുടെ ജില്ലയുമിൽ ആ പദ്ധതിയിലെ വളരെ നല്ല രീതിയിൽ ഒരു ഡ്രൈവ് നടത്തുന്നുണ്ട്. സോ ഒരു വലിയ ഒരു ക്യാച്ച് ആണ് നമ്മുടെ പോലീസിന്റെ ഭാഗമായിട്ട്. ഈ നിർമ്മാണത്തെ കുക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കേരളത്തിലേക്ക് എത്തുന്ന രാസലഹരിയിൽ ഭൂരിഭാഗവും ഇയാളുടെ സംഘം വഴിയാണെന്നാണ് കരുതുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നാണ് സംഘം വിൽപ്പന നടത്തിയിട്ടുള്ളത്. ഫോൺ വഴി ഇയാളെ ബന്ധപ്പെടാൻ സാധിക്കില്ല. ഗൂഗിൾ പേ വഴി തുക അയച്ചു കൊടുത്താൽ മയക്കുമരുന്ന് ആളില്ലാത്ത സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. തുടർന്ന് ലൊക്കേഷൻ മാപ്പ് അയച്ചു കൊടുക്കും. അവിടെ പോയി ശേഖരിക്കണം. ഇതാണ് ഇയാളുടെ രീതി. ദിവസങ്ങളോളം പലയിടങ്ങളിൽ രാപ്പകൽ തമ്പടിച്ചാണ് പ്രതിയെ നിരീക്ഷണ വലയത്തിലാക്കി ബംഗളൂരു പോലീസിന്റെ സഹായത്തോടെ കസ്റ്റഡിയിലാക്കിയത്. ഇത് അവിടെ നിന്ന് സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പെഡ്ലേഴ്സ്മാരെ ഈ പുള്ളിന് കോൺടാക്റ്റിലുണ്ട്. സോ കുറച്ച് മലയാളികൾ അവിടെ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ച് ഡ്രഗ്സിൻ്റെ സാധനങ്ങൾ കൊണ്ടുവരാൻ കുറേ തവണ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റുഡൻറ്റ് വിസയിൽ 2014 ഇങ്ങോട്ട് വന്നിരുന്നു ഇന്ത്യയിൽ. സോ അതിനുശേഷം ഒരു BCA കോഴ്സിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കോഴ്സ് ഫിനിഷ് കഴിഞ്ഞിട്ടില്ല. അതിൽ മുമ്പ് തന്നെ ഇത് ഡ്രോപ്പ് ഔട്ട് ആയിരുന്നു. പിന്നെ ഇവിടെ വിസ പീരീഡ് ഓൾറെഡി കഴിഞ്ഞു. സോ ഇപ്പോൾ ഓവർ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം കേസുള്ള പ്രതിനെ സ്ഥിരമായിട്ട് കോൺടാക്റ്റിൽ ഉണ്ടായിരുന്നു. ആ പ്രതിക്ക് MDMA എല്ലാ ക്വാണ്ടിറ്റീസ് ഇവർ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ബാംഗ്ലൂരിൽ. പക്ഷേ ഒരു വലിയ സോഴ്സ് ആണ്. കാരണം കുറേ വാട്സപ്പ് ചാറ്റ്സ്, പിന്നെ ഗൂഗിൾ പേ അക്കൗണ്ട്സ് ആ വരി നിന്ന് അന്വേഷിച്ചിട്ട് നമ്മൾ ഈ സോഴ്സ് വരെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. സോ അവിടെ പിന്നെ ബാംഗ്ലൂർ പോലീസിൻ്റെ ഹെൽപ്പിന് നമ്മുടെ ടീം സ്ഥിരമായിട്ട് അവിടെ 2-3 ദിവസം ഉണ്ടായിരുന്നു. നല്ല ഒരു ക്യാച്ച് ആണ്. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ DYSP A പ്രസാദ്, ASP ട്രെയിനി അഞ്ജലി ഭാവന, ഇൻസ്പെക്ടർ P ലാൽകുമാർ, SI NS റോയ്, സീനിയർ CPOമാരായ MR മിഥുൻ, KR മഹേഷ്, CPOമാരായ അജിത തിലകൻ, AB സുരേന്ദ്രൻ, ഡാൻസ് ഓഫ് ടൈം തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്.
ഓപ്പറേഷൻ ക്ലീനിന്റെ ഭാഗമായി കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 745 NDPS കേസുകളാണ് റൂറൽ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പൗരൻ ന്യൂസ് ബ്യൂറോ, ആലുവ. ആയുർവേദ അക്യുപഞ്ചർ ചികിത്സകൾ ഒരു കുടക്കീഴിലായി സ്മൈൽസ് ആയുർവേദിക് വെൽനസ് സെന്റർ, ആലുവ തോട്ടേക്കാട്ടുകരയിൽ. എല്ലാവിധ ആയുർവേദ ചികിത്സകൾക്കും പുറമെ പ്രസവരക്ഷാ ചികിത്സ, പഠനവൈകല്യത്തിനുള്ള ചികിത്സ, തൈറോയിഡ്, സോറിയാസിസ് എന്നിവയ്ക്കുള്ള ചികിത്സയും, കോസ്മെറ്റിക് അക്യുപഞ്ചർ, ടിബറ്റൻ മർമ്മ, തായ് മർമ്മ, കപ്പിംഗ് തെറാപ്പി സേവനങ്ങളും ഇവിടെയുണ്ട്. ആവശ്യമായ രോഗികൾക്ക് കിടത്തി ചികിത്സയും. തോട്ടക്കാട്ടര ന്യൂ ലൈൻ റോഡിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് സ്മൈൽസ് ആയുർവേദിക് വെൽനസ് സെന്റർ. ഇവിടെ ആയുർവേദം കൂടാതെ അക്യുപഞ്ചർ, കപ്പിംഗ് തെറാപ്പി അതുപോലെയുള്ള പല രീതിയിലുള്ള വെൽനസ് ട്രീറ്റ്മെന്റുകളാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങളെ എങ്ങനെയെല്ലാം മാറ്റിയെടുക്കാം എന്ന് മരുന്നിൻ്റെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട് വേറെ രീതിയിലുള്ള അക്യുപഞ്ചർ ആയിക്കോട്ടെ, പിന്നെ കപ്പിംഗ് തെറാപ്പി, പിന്നെ ഉഴിച്ചിൽ, പിഴിച്ചിൽ, ശിരോധാര, നസ്യം അതുപോലെയുള്ള പ്രകൃതിദത്തമായ ചികിത്സകളിലൂടെയാണ് നമ്മളിവിടെ അസുഖങ്ങൾ മാറ്റി കൊടുക്കുന്നത്. 9747785513 9846095998 എന്നീ നമ്പറുകളിലും ബന്ധപ്പെടാം. സ്മൈൽസ് ആയുർവേദിക് വെൽനസ് സെന്റർ, ആലുവ തോട്ടിക്കാട്ടുകര. ഇനി ചിലവ് കുറഞ്ഞ യാത്ര. ഇലക്ട്രിക് സ്കൂട്ടറിൽ വെറും 7 രൂപയ്ക്ക് 70 കിലോമീറ്റർ യാത്ര. റോമൈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ കിഴക്കമ്പലത്തും. വില 55,000 രൂപ മുതൽ. ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ല. വായ്പാ സൗകര്യം ലഭ്യമാണ്. സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറുകളും ലഭിക്കും. SK മോട്ടോഴ്സ്, താമരച്ചാൽ, കിഴക്കമ്പലം. ഫോൺ 9037387983 9778828255. SK മോട്ടോഴ്സ്, താമരച്ചാൽ, കിഴക്കമ്പലം. Hello parents, welcome to Hello Kids Aluva. Here we are more than just a kindergarten. Our nurturing environment fosters creativity, curiosity and a love for learning. Our team of educators are fully dedicated to giving your child the best start on the educational path. Our facilities provide a safe and stimulating environment where your child can discover, explore and grow. Join us at Hello Kids Aluva and watch your child thrive as we embark on this wonderful journey together. Enroll your child today.